ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു ഉണക്കമീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അതായത് ഈ മീനിന് ഞങ്ങൾ നങ്ക് എന്ന് പറയും, അല്ലാണ്ട് മാന്തൽ എന്നും പറയാറുണ്ട്. ഇത് ഉണക്കമാന്തളാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. ഞാനിത് അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടാണ്. പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് BP കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പ് നല്ലോണം ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അരമണിക്കൂർ വെള്ളത്തിലിടുന്നത്. അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിലിട്ടാൽ തന്നെ ഇതിൻ്റെ തൊലി, രണ്ട് പുറത്തെയും തൊലി പെട്ടെന്ന് ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കത്തിയോ വേറൊന്നും ആവശ്യമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ വലിച്ചാൽ രണ്ട് സൈഡിലെയും തൊലി ഇങ്ങ് പോരും. എന്നിട്ട് പിന്നെ ഞാൻ കത്രിക വെച്ചിട്ടാട്ടോ മീൻ വെട്ടാറില്ല, എനിക്കതാണ് ഈസി. അപ്പോൾ അതിന് ശേഷം ഈ മാന്തളിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ രോമം പോലെ നിൽക്കും കേട്ടോ. അത് കാണുമ്പോഴേ ഒരു മടുപ്പാണ്. അപ്പോൾ അത് കാരണം ഞാൻ അതും കൂടി വെട്ടിക്കളയും കേട്ടോ. അത് മുഴുവൻ കത്രിക വെച്ച് സ്പീഡിൽ വെട്ടാൻ പറ്റും. പിന്നെ വലിപ്പം ഉള്ളത് കൊണ്ട് ഞാനത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക കേട്ടോ ചെയ്യുന്നത്. വീണ്ടും ഞാൻ ഒരെണ്ണം, ആകെ കൂടെ 4 ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും അതുപോലെ തന്നെ ഓരോന്നും എടുത്തിട്ട് ചെയ്യുകയാണ്. രണ്ട് സൈഡും തൊലി പൊളിച്ച് കളയുക, നല്ല വെട്ടിക്കളയുക. പിന്നെ ആ രോമം പോലെ ഇരിക്കുന്ന രണ്ട് സൈഡും വെട്ടിക്കളയുക കേട്ടോ. എന്നിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക കേട്ടോ ചെയ്യുന്നത്. ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ തൊലി കളയില്ല എന്നാട്ടോ പറയുന്നത്. അത് അവർക്ക് എടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്തുകൊണ്ടോയെന്നറിയില്ല, ഒരു സൈഡിൽ തൊലി കളയാറില്ല. പക്ഷേ എനിക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ രണ്ട് സൈഡിൽ ഈ തൊലി കളഞ്ഞാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ക്ലിയർ ചെയ്യാറുള്ളത്. ഇതിന് പിന്നെ വലിയ മുള്ളൊന്നും അങ്ങനെ തൊണ്ടയിൽ പോകുമെന്ന് വിചാരിക്കൊന്നും വേണ്ട കേട്ടോ. അതിന് ശേഷം ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇനി ഇതിനെ ഡയറക്റ്റ് നമുക്ക് വേറെ ഒന്നും ചേർക്കാതെ തന്നെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ വറുത്തെടുക്കാറുള്ളത്. എനിക്ക് ആ രീതിയാണ് ഇഷ്ടം. അല്ലാണ്ട് നമുക്ക് ഒന്നും ചേർക്കാതെയും വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.